റെഡി? 1 2 തത്തൈതാഹ ദിത്തൈതാഹ തത്തൈതാഹ ദിത്തൈതാഹ ദിതിതൈ 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 തൈതൈ ദിത്തൈ താം. ജീപ്പ് കയറോടാ? ഇല്ല സാർ, കാട് വഴി നടന്നിട്ടാ പോണം. அப்படியா? നടന്ന്. നടന രാജാവായി ആനന്ദതാണ്ഡവമാടുന്ന ശിവനാണിത്. വലത് കൈയിലുള്ള ഡമരു സൃഷ്ടിയാണ് കാണിക്കുന്നത്, ഇടത് കൈയിലുള്ള അഗ്നി സംഹാരത്തെയും. ഒരേ സമയത്ത് സൃഷ്ടിയും സംഹാരവും നടക്കുന്നുണ്ട്. ഭരതനാട്യം കുറേ പഠിച്ചിട്ടും നടരാജ സ്റ്റാൻസിനെ കുറിച്ച് നന്നായി അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസിൻ്റെ ഗ്രേസ് കൂടുന്നത്. തമ്പി, കുറച്ചും കൂടെ വലിയ പാറകളുള്ള സ്ഥലം കിട്ടുമോ? ஆ இருக்கு சார், இருக்கு. சொர்க்கமேடுன்னு சொல்லுவாங்க. ஆனால் இனி 2 மலை தாண்டணும். ஆனால் ஏறுறதுக்கு ரொம்ப டேஞ்சர், ரொம்ப ஹைட்டில். ഉയരം നമുക്കൊരു പ്രശ്നമല്ലല്ലോ. എന്തായി? ഇന്ന് കണ്ട സ്ഥലവും വർക്കൗട്ട് ആവില്ല. അതിൻ്റെ സൈസും പൊസിഷനൊന്നും ശരിയാവില്ല. അപ്പോൾ ഒന്നുമില്ല, വേറെ നോക്കാം. കഴിക്കാവുന്നില്ലടി. കുളിച്ചിട്ട് വാ. എന്താടി? നീ ഇത്ര ഹാപ്പി ആണല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നിന്നെ നിന്റെ അമ്മ കണ്ട അവർക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ ഇത്രയൊക്കെ ആയില്ലേ, നിനക്ക് അമ്മേനെ ഇടയ്ക്കൊന്ന് പോയി കണ്ടൂടെ? അടുത്ത ആഴ്ച ഞങ്ങൾ അമ്മയെ കാണാൻ ചെല്ലുന്നുണ്ടടി. ആഹാ,
പഠിക്ക്. അപ്പോൾ എത്ര ദിവസത്തെ പ്ലാനാ? ഒരൊറ്റ ദിവസം കൊടൈക്കനാൽ, നാളെ റിട്ടേൺ. ആണോ? അയ്യോ, നാളെ ഞങ്ങളുടെ ആനിവേഴ്സറിയാ. തിരിച്ചു പോകുമ്പോ ഒന്നും ഇങ്ങോട്ട് കയറിക്കൂടെ? 80 കിലോമീറ്റർ ചുറ്റി വരാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. 80 കിലോമീറ്റർ അത്ര ചുറ്റണോ ജേഷേട്ടാ? ഒരു സ്പെഷ്യൽ ദിവസം ആകുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അടിച്ചു പൊളിച്ച് പോയിക്കൂടെ? നമ്മളിപ്പോ ഒരുമിച്ചല്ലേ, നമുക്ക് ഇത് സ്പെഷ്യൽ ആക്കിക്കൂടെ? ഒരു ദിവസം കൂടെ നിക്കണ ഇത്രയും കറങ്ങി തിരിഞ്ഞിട്ട് ഇവിടെ എന്തിനാ ഈ മനുഷ്യന്റെ ഒരു മുടന്ത ന്യായം? പറ്റിയാവാ, രണ്ടെണ്ണം അടിച്ച് ഫുഡൊക്കെ കഴിച്ചു പോവാം. ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? ശ്ശേ. 3 കൊല്ലമല്ലേ? നല്ല ഓർമ്മയാണല്ലോ. നിങ്ങൾ രജിസ്റ്റർ കഴിഞ്ഞ് മുങ്ങി, ഞങ്ങളാണ് ഇതിന് കൂട്ടുന്നതെന്ന് പറഞ്ഞ് 2 വീട്ടുകാരും ഞങ്ങളുടെ നേരെ വന്നത്. പക്ഷെ സത്യം പറയാമല്ല, ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതിയത്. സത്യം. വീട്ടുകാരെ അത്ഭുതം, അത്രയും കാലം ഒരാളറിയാതെ നിങ്ങൾ ഈ ഇഷ്ടം കൊണ്ട് കിടന്നത്. ചിരിച്ചോണ്ടിരുന്നാൽ മതി, പോകണ്ടേ? ചിരിച്ചാലും കുഴപ്പമോ? 80 കിലോമീറ്റർ കൂടുതൽ ഞാൻ തന്നെ ഓടിക്കണ്ടേ? വേറെ വഴിയില്ലല്ലോ. വാ ഞാൻ പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ട് ആലോചിക്കും. എറണാകുളത്തേക്ക് വാ. എറണാകുളത്തൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആമ്പിള്ളേർ കാശുണ്ടാക്കുന്ന കാണണം. നീ ഇവിടെ പാറയും തുറന്ന് ഗുഹാമനുഷ്യനായിട്ട് ജീവിച്ചു. ഇറങ്ങട്ടെടി. ശരി. നീ ഭാഗ്യവതിയാടി. നീ എടുത്ത തീരുമാനങ്ങളൊക്കെ കറക്റ്റായി. എൻ്റെ മോളുണ്ടായ പിന്നെയാ ഇത്ര സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. ആ സന്തോഷം ഇനി നിനക്കും വേണം കേട്ടോ. നീ ഇറങ്ങോ. അതെ, വഴി ഇവൻ കാണിച്ചു തരും. ഓ ഒരു ചേട്ടൻ ബാഗ്. ശരി കേട്ടാ, സന്തോഷമായിട്ടിരിക്കും. ശരി. ശരിയായിട്ട്. എനിക്കൊരു കുഞ്ഞിനെ വേണം.